2019 ജനുവരി 1 മുതൽ 2024 ഒക്ടോബർ 21 വരെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തത് 911 കേസുകളെന്ന് കണക്കുകൾ. എന്നാൽ ഇഡിക്ക് ശിക്ഷ ഉറപ്പാക്കാനായത് 42 എണ്ണത്തിൽ മാത്രം. വിചാരണ നടന്നത് 257 എണ്ണമെന്നും വിവരം. ഇപ്പോൾ സ്വാതി ചേരുകയാണ് നമ്മളോടൊപ്പം. സ്വാതി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാര്യക്ഷമത ഏറ്റവും മോശമാണ് എന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് 2019 മുതൽ 24 വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 911 കേസുകളാണ് ഈ കാലഘട്ടത്തിൽ ഇഡി രജിസ്റ്റർ ചെയ്തത്. അതിൽ ശിക്ഷ ഉറപ്പിക്കാനായത് 42 എണ്ണത്തിൽ മാത്രമാണ്. അതായത് ഏകദേശം ഒരു 4-4.5% കേസുകളിൽ മാത്രമാണ് അവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞത്. ബാക്കിയെല്ലാം ഒന്നുമില്ലാതെ പോയിരിക്കുന്നു. അതിൽ കൂടുതലും പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ കേസുകളാണ് എന്നതും ശ്രദ്ധേയമാണ്. മനു, തീർച്ചയായും ഇപ്പോൾ പാർലമെന്റിൽ തന്നെ ഈ ഇടത് എംപിമാർ അടക്കം ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഇ ഡി കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള വിവരം അനുസരിച്ചാണ് ഇത്തരത്തിൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകളും അതിൽ എത്രത്തോളം ശിക്ഷ നടപ്പാക്കാനായി എന്നുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇ ഡിക്ക് ശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞത് ചുരുക്കം ചില കേസുകൾ, അതായത് 4.6% മാത്രമാണ് എന്നാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 2019 മുതൽ 2024 ഒക്ടോബർ വരെ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട തടയൽ നിയമപ്രകാരം ഏകദേശം 911 കേസുകളാണ് ഇ ഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ കേസിൽ ശിക്ഷ ഉറപ്പാക്കാനായിട്ടുള്ളത് 42 എണ്ണത്തിൽ മാത്രമാണ് എന്നിപ്പോൾ സർക്കാർ തന്നെ പുറത്തുവിട്ടുള്ള വിവരങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ വിചാരണ ഘട്ടം വരെയെങ്കിലും എത്തിയിട്ടുള്ളത് വെറും 257 എണ്ണമാണെന്നും ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 10 വർഷത്തിനിടെ നടത്തിയിട്ടുള്ളതെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള, അതായത് പ്രതിപക്ഷത്തെ ഉന്നം വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള കേസുകളാണ് എന്നുള്ളതും ആ വിവരങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 193 കേസുകളാണ് രാഷ്ട്രീയക്കാർക്കെതിരെ തന്നെ ഇ ഡി ചുമത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഇതിൽ 98% പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ആണ് എന്നുള്ളതും ഇപ്പോൾ ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. 193 തന്നെ അത് ഏകദേശം ഒരു 71% വരെയും കേസുകൾ എന്ന് പറയുന്നത് ഈ 2019 ശേഷം അധികാരത്തിൽ BJP വീണ്ടും അധികാരത്തിൽ എത്തിയതിനു ശേഷമാണ്. ഈ 193 കേസുകൾ എന്ന് പറയുമ്പോൾ പോലും അതിൽ 2 എണ്ണം മാത്രമാണ് ഇതുവരെയും ശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ രാജ്യസഭയിൽ AR റഹീം MP അടക്കം ഈ വിഷയത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ. ആ പാർലമെന്റ് സെഷനിൽ ലഭിച്ചിട്ടുള്ള മറുപടി പ്രകാരമാണ് ഈ 193 കേസുകൾ, അതിൽ 2 പേർക്ക് മാത്രമാണ് ശിക്ഷയും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഇത്രയും വിവരങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിടുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാജയം തന്നെയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എത്രത്തോളം കേസുകൾ പ്രത്യേകിച്ചും രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യപ്പെടുകയും BJP അധികാരത്തിലിരിക്കുന്ന കാലങ്ങളിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി എന്തോരം കേസുകളാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായും ഈ കണക്കുകൾ നിന്നും വ്യക്തമാണ്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം BJP നേതാവ് ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളുണ്ട്. അതായത് ഇ ഡി ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട കേരളത്തിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള ഈ ഇ ഡി അഴിമതി കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിക്കുമ്പോൾ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇ ഡിയിലടക്കം അഴിമതി ഉണ്ടാകാറുണ്ട്, അതൊരു സാധാരണ വിഷയമാണ് എന്ന് പറഞ്ഞ് അതിനെ സമ്മതിക്കുകയും ചെയ്യുകയാണ്, പരോക്ഷത്തിൽ സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ BJP സ്വീകരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഈ ഇ ഡിയുമായി ബന്ധപ്പെട്ട ഈ കേസുകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് സംബന്ധിച്ച ഇ ഡിയുടെ ആസ്ഥാനമോ അല്ലെങ്കിൽ ആസ്ഥാനത്തിന്റെ ഒരു പ്രതികരണമോ ധനമന്ത്രാലയത്തിന്റെ ഒരു പ്രതികരണമോ ഈ ഒരു ഘട്ടത്തിൽ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതും അതോടൊപ്പം ഏതായാലും ഏറെ പ്രധാനപ്പെട്ട കണക്കുകളാണ് നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ഇ ഡി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി എന്ന് കേന്ദ്ര സർക്കാർ പറയുന്ന, രാഷ്ട്രീയ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ആയുധമെന്ന് പ്രതിപക്ഷം വിമർശിക്കുന്ന അന്വേഷണ ഏജൻസിയുടെ കാര്യക്ഷമത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 911 കേസുകൾ എടുത്തതിൽ ശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞത് 42 എണ്ണത്തിൽ മാത്രമാണ് എന്നതാണ് ഈ അന്വേഷണ ഏജൻസിയുടെ കാര്യക്ഷമത എന്തെന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ. ഇതിപ്പോൾ കഴിഞ്ഞൊരു 19 മുതൽ 24 വരെയുള്ള കണക്കാണ്, 5 വർഷത്തെ കണക്കാണ്. അതിലാണ് ഈ 4.5% കാര്യക്ഷമത. മൊത്തത്തിലുള്ള കണക്കെടുക്കുകയാണെങ്കിൽ അത് ഏകദേശം 0.13% മാത്രമാണ് എന്നതാണ്. ഇ ഡി എന്ന ഏജൻസിയാണ് ഏറ്റവും മോശപ്പെട്ട കൺവിക്ഷൻ റേറ്റുള്ള ഏജൻസി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.